ഹായ്, ഇന്നൊരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ 500 ഗ്രാം ഈ ഒരു ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്ന ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു 3 kg എന്താ പറയുക, ഒരു വെഡ്ഡിങ് കേക്ക്, ഒരു ഗ്രൂം ടു ബി കേക്കും കൂടെ ഉണ്ട്. അവരാദ്യം തന്നിട്ടുണ്ടായിരുന്ന 6 kg ആയിരുന്നു. 2 കേക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഒരു കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 kgൻ്റെ ഒരു കേക്കും കൂടെ എനിക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ട് സ്റ്റാൻഡ് ബീറ്ററിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര ഇട്ട് ബീറ്റ് ആയതിനു ശേഷം ഫ്ലഫി ആയതിനു ശേഷം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ 1.5 to 2 ടേബിൾ സ്പൂൺ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് ഈ ഒരു ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ബീറ്റിങ് വളരെ സ്ലോ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്ലോർ ഒരു 1 കപ്പ് ഫ്ലോർ ഉണ്ട്. അത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാലൊരു 1.5-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഹാൻഡ് ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് കൈകൊണ്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എത്ര നമ്മൾ സ്റ്റാൻഡ് ബീറ്ററിൽ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സ്റ്റാൻഡ് ബീറ്റർ ആകുമ്പോൾ നമ്മുടെ കൈയൊക്കെ കുറേ കേക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കൈ വേദനിക്കുന്നതിനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ കൈക്കൊക്കെ ഭയങ്കരമായിട്ട് കുറേ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്താൽ നല്ല വേദനയാണ് കേട്ടോ. എനിക്കൊക്കെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളിത് യൂസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ ഇത് വാങ്ങിയിട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് പണി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് മാറുന്നതിനേക്കാൾ നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു 5 ഇഞ്ചിൻ്റെ പാനിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് മുന്നേ ഞാൻ എന്താ പറയുക, നമ്മുടെ ഒരു 3 kg ഗ്രൂം ടു ബി കേക്കിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1.5 വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലാറ്റിലായിരുന്നു അവർക്ക് കേക്ക് വേണ്ടത്. അതുകൊണ്ട് 1.5 kg ബീറ്റ് ചെയ്തിട്ടാണ് ഞാനത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലോണം ടാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു എന്താ പറയുക, ഒരു കണ്ടോ ഓൾറെഡി 1.5 kg കേക്ക് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, എനിക്ക് ആദ്യം വെക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു ട്രേ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് എടുക്കാം. അതിന് ശേഷം അപ്പോൾ ആ കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്കും ഉണ്ട്, ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എടുത്ത്, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ആറാൻ വേണ്ടി വെക്കുക. വലിയൊരു കേക്ക് തന്നെ നമുക്ക് നല്ല ഫ്ലാറ്റിൽ ചെയ്ത് കൊടുക്കണം, 3 kg. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് ഞാൻ സ്ക്യൂർ കുത്തി നോക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. 1.5 kgൻ്റെ ബാറ്ററാണ്. അതും കൂടെ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 kg ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ ഓർഡർ ക്യാൻസൽ ചെയ്തത് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കേക്ക് ബേക്ക് ചെയ്യലാണ് കുറച്ചൊരു പണിയായിട്ട് തോന്നൽ. അതുകൊണ്ട് അത് ഞാൻ വേഗം ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ വെച്ച് കൊടുത്ത് ഏതാണ്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ഞാൻ ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ടുണ്ട്. കുറച്ച് ടൈം കൂടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളിതും ഡിമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഓക്കെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതേപക്ഷം പൊടിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അങ്ങനത്തെ കേക്കായിരിക്കണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതും മാറ്റി വെച്ച് ഇനി അടുത്ത കേക്കും കൂടെ നമുക്ക് ഡിമോൾഡ് ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഇതും കൂടെ എടുത്തിട്ടുണ്ട്, ഇതും ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണിയും ബേക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു 2 കേക്കിൻ്റെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 2 കേക്കും ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്തിരി ഒരു സാധനം വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ലിങ്ക് റോഡിലുള്ള ബേക്കേഴ്സ് ഇന്നിലാണ് കേട്ടോ പോകുന്നത്. ലിങ്ക് റോഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. രാത്രി ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ മോനുണ്ട്, ഞങ്ങൾ ഓൾ ഫാമിലി പോയിട്ടുണ്ട്. ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 മക്കൾസും കേട്ടോ, 2 ബോയ്സ്.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ബേക്കേഴ്സിനെത്തി. അവിടുന്ന് കുറച്ച് ഷുഗർ ബോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നത്. പിന്നെ കേക്ക് ബേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, 3 kg ബേസും പിന്നെ ബോക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി. അപ്പോൾ സാധനമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു. ഞാൻ സാധനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഓരോ മിഠായിയൊക്കെ വാങ്ങാനുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പണിയിലാണ് ഇയാളാണ് പോക്കിരി. അപ്പോൾ അവരിങ്ങനെ മിഠായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഞാനിതാ 3 kg ബോക്സ്, പിന്നെ ഷുഗർ പേസ്റ്റ്, പിന്നെ കുറച്ച് ഡ്രീം കേക്ക് അങ്ങനെ ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പീസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, മറ്റേ എന്താ പറയുക ബെൽജിയം ചോക്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ മേലെ ലാസ്റ്റ് കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഡ്രീം കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ല ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ അതും കൂടെ കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ട്, വീഡിയോ എടുക്കുന്ന സമയം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും. നമ്മൾ ആ സമയം തന്നെ വേഗം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മളത് സ്പൂൺ വെച്ച് നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കഴിയും. ഇതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറിയൊരു ഗ്യാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അതിൻ്റെ മീതെ കൊക്കോ പൗഡറും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണിയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ പേര് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡ്രീം കേക്കിലും ബർത്ത്ഡേ വിഷസൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ടിന്നിൽ വരുന്നത് കൊണ്ട് നമുക്ക് നല്ല ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഡ്രീം കേക്ക്. അപ്പോൾ ഇതൊരു മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി തന്നെ അവർക്ക് ഡ്രീം കേക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വേണേ വെച്ച് കൊടുക്കാം, ഹാപ്പി ബർത്ത്ഡേ മാത്രമായിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പേരും കൂടെ അതിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പോൾ ഞാനിത് ബോക്സ് അടച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഇതിലേക്ക് പേര് എഴുതിയിട്ട് വെക്കണമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് അത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എമ്മി ബേക്സിൻ്റെ, എൻ്റെ എമ്മി ബേക്സ് എന്നാണ് എൻ്റെ കേക്കിൻ്റെ പേര്. അപ്പോൾ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊടുക്കാൻ നേരത്ത്, ഡെലിവറി ചെയ്യാൻ നേരത്ത് മാത്രമാണ് നമ്മൾ പേര് ഷുഗർ പേസ്റ്റിൽ എഴുതിയിട്ട് നമ്മുടെ ഫോണ്ടിൽ എഴുതിയിട്ട് വെക്കാറ് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഹാപ്പി ബർത്ത്ഡേ റിവാൻ എന്നാണ് പേര്. അപ്പോൾ അതും കൂടെ വെച്ച് അവർക്ക് ഡെലിവറി ചെയ്യാൻ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഡെലിവറി ചാർജ് 50 rupees ആട്ടോ വാങ്ങിയത്. ഇവിടെ പഴങ്കാവിലാണ്. പഴങ്കാവ് കുറച്ച് താഴോട്ടാണ്. കറക്റ്റ് പ്ലേസിൻ്റെ പേരൊന്നും അറിയില്ല. അവർ എനിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ആ റൂട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്. നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഡ്രീം കേക്ക് കേട്ടോ. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ഐസിങ് തുടങ്ങാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കും. 2 ലെയറാണ്. അപ്പോൾ അതിന് ശേഷം എന്താ പറയുക, ഒരു ലെയർ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ലെങ്ത്തൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലാറ്റിൽ വേണ്ടതുകൊണ്ട് 3 ലെയർ കേക്ക് എടുത്തിട്ട് 2 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. ക്രീം നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്യാറ്. കുറച്ചധികം ഉള്ളത് അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. പെട്ടെന്ന് തന്നെ നമുക്ക് കൈവേദനിക്കുകയില്ല. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്കൊരു ഉപദേശം തരാനുള്ളത്, നമ്മളിപ്പോൾ ഒരു കേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങുക. അതാകുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല റെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്ത് നമുക്ക് ഡിസ്കിന് കംപ്ലൈൻസ് ഒക്കെ വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ എനിക്ക് ഇതിൽ വന്നിട്ടില്ല. നമ്മളതിലേക്ക് സ്റ്റോറേജ് ഫുള്ളായി പോയതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ടു. അടുത്ത ലെയർ കേക്കും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ച് അത് വെറ്റ് ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് എത്തുന്നത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ വലിയ കേക്കല്ലേ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ കിച്ചണിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. ഞാൻ വീട്ടിലെ മുകളിലുള്ള ബാൽക്കണിയിൽ നിന്നാട്ടോ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറ്. അപ്പോൾ അപ്പോൾ നമ്മളിതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ടാണ് ഞാൻ ടോട്ടൽ കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസിങ് എളുപ്പമാവും കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്വയർ കേക്കുകൾ പൈപ്പിംഗ് ബാഗിലൂടെ പൈപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബുദ്ധി കേട്ടോ. അല്ലെങ്കിൽ നല്ല ലെവൽ ചെയ്ത് കിട്ടാൻ അങ്ങനെ പഠിച്ച് നമ്മൾ പിന്നെ റെഡിയാവും. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പെട്ടെന്ന് തന്നെ കഴിയാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഐസിങ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് തീരെ വയ്യ. ഏത് ഡെക്കറേഷൻ അവളൊരു പ്രത്യേക ഡെക്കറേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പാം ലീഫും പിന്നെ അങ്ങനെയൊക്കെ വെച്ച് ഗ്രൂം ടു ബി എന്നൊരു എന്താ പറയുക എഴുതിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് നല്ല ലെവൽ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് നമുക്ക് സ്ക്വയർ കേക്കുകൾ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്ലാക്ക് കളറാട്ടോ കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഐസിങ് ഒക്കെ. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ ഞാൻ ഷെയ്ഡ് പോലെ മുഴുവനായിട്ട് ഷെയ്ഡല്ല, ജസ്റ്റ് ഒന്ന് ആ ഭാഗം മാത്രം ഇങ്ങനെ 4 ഭാഗം ഒന്ന് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, നല്ല രീതിയിൽ ചെയ്തെടുക്കുക. അത് ഓക്കെ, അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്, ഒരു പാം ലീഫും 2 ബോൾസൊക്കെ വെച്ച് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.